ഇന്നലെ മുതൽ വരുന്ന ഒരു കമന്റ് എന്താണെന്നറിയാടെ, നൗഫലെ നീ തന്നെയായിരുന്നു മരിക്കേണ്ടവൻ. 16 പേര് മരിച്ചാലെന്താടാ, നിന്റെ പേരിൽ 1 കോടി ഉറുപ്പ്യ വന്നില്ലേ നിന്റെ ബാങ്കിലേക്ക്, നിനക്ക് അതുകൊണ്ട് സുഖമായിട്ട് ജീവിച്ചൂടെ എന്ന്. മനുഷ്യന്മാർ ക്രൂരതയുടെ മുഖമായി മാറുന്നത് ഇപ്പോഴാണെന്ന് ഞാൻ പറയുള്ളൂ. വേറെ ഒന്നുമല്ല, നമ്മളിപ്പോഴും രാഷ്ട്രീയപരമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കലാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, കോൺഗ്രസ്സുകാരെ, മാർക്സിസ്റ്റുകാരെ, BJP-ക്കാരെ, ലീഗുകാരെ, നിങ്ങൾ ദൈവത്തെ ഓർത്തിട്ട് ഇതിൻ്റെ പേരിൽ രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഇങ്ങനെ അടി കൂടരുത്. ആ പാവങ്ങൾക്ക് എങ്ങനെയെങ്കിലും കിട്ടാനുള്ളതൊന്നും എല്ലാവരും കൂടി മുൻകൈ എടുത്ത് കൊടുക്കാൻ നോക്ക്. അല്ലാതെ ഞാൻ 15 വീട് കൊടുത്തു, നീ 20 വീട് കൊടുത്തു, ഞാനൊന്നും കൊടുത്തില്ല, നിന്റെ വീട് എവിടെ, അല്ലെങ്കിൽ ഇതൊന്നും അല്ല ചോദിക്കേണ്ടത്. കാരണം ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യന്മാർക്കും ഉള്ളതാണ്. അതൊരു രാഷ്ട്രീയ പാർട്ടീൻ്റെ മാത്രമല്ല. ഇപ്പോഴും BJP ഗവൺമെന്റ് ഉണ്ടെങ്കിൽ അത് നമ്മുടെയും കൂടിയാണ്, CPM-ന്റെ ഗവൺമെന്റ് അത് നമ്മളെയും കൂടിയാണ്, കോൺഗ്രസിൻ്റെതായാലും നമ്മളും കൂടിയാണ്. അല്ലാതെ അവിടെ കിടന്നിട്ടെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ അടിമത്തം കാണിക്കുകയല്ല വേണ്ടത്. ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ, പൈസ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അതായത് നാട്ടുകാർ എല്ലാവരും കൈ അഴിഞ്ഞ് നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. കാരണം എന്താ, ഒരു ദുരന്തം ഉണ്ടായപ്പോൾ നമ്മുടെ സഹോദരങ്ങൾ, വയനാടുകാർ, നമ്മുടെ സഹോദരങ്ങൾ, അവർ കഷ്ടപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് അവിടെ ഒരു സൗധം, അവർക്കുള്ള താമസ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അതാണ് എല്ലാ പാർട്ടിക്കാരും ചെയ്യേണ്ടത്. അല്ലാതെ അവിടെ വന്ന് തുരങ്കം വെച്ച് അവിടെ വന്നിട്ട് ഇതിങ്ങനെ രാഷ്ട്രീയവും കളിച്ച് ഒന്നുമില്ലാത്ത സ്ഥിതിയിലാക്കരുത്. സാധാരണ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടായാൽ അവിടെ രാഷ്ട്രീയ കളി കളിച്ച് ചീക്കൽ കാണാം. പിന്നെ വേറൊരു കാര്യം, ഇതിൻ്റെ കമ്മീഷൻ അടിക്കാൻ, ആ കമ്മീഷൻ അടിയും വളരെയധികം ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ, ഓരോ വീട്ടിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ ഒരു കോൺട്രാക്ടർമാർ പോലും ഇനിയിപ്പോഴും പൊതുവായിട്ടുള്ളതായാലും ഇപ്പോൾ നമ്മുടെ ഒരു വീട് കോൺട്രാക്ട് എടുത്തിട്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നില്ലേ. ഈ കോൺട്രാക്ടർമാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസാമാസം എന്ന് പറഞ്ഞാൽ വലിയ വലിയ വണ്ടികൾ വാങ്ങിക്കുന്ന എങ്ങനെയാണ്, അവർക്കൊക്കെ ഇതിൻ്റെ അകത്തുനിന്ന് നല്ല ലാഭം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഒരു വീട് നിർമ്മാണം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ലാഭമാണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു 25 കോടി, ഒരു 25 ലക്ഷത്തിൻ്റെ പ്രൊജക്റ്റ് ആണെങ്കിലും ഇവന്മാർ വാങ്ങിക്കുന്ന ചിലപ്പോൾ 50 ലക്ഷം രൂപയായിരിക്കും. അങ്ങനെയൊക്കെ നിങ്ങളല്ലേ നോക്ക്. ഇവിടെ കോൺട്രാക്ടർമാർ എന്ന് പറയുന്ന ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ആഡംബര വണ്ടിയിൽ എങ്ങനെയാണ് പോകുന്നത്, ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന ലാഭം തന്നെയല്ലേ, അല്ലാതെ അവർക്ക് വേറെ എവിടെ നിന്നും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞാൽ അമിത ലാഭം തന്നെയാണ്. അതുകൊണ്ട് കമ്മീഷൻ വളരെയധികം സൂക്ഷിക്കണം. കാരണം എന്താ വെച്ചാൽ, ഇന്നൊരു കമ്പി, ഒരു ആണി വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാലും കമ്മീഷൻ കിട്ടും. ആ കമ്മീഷൻ മുഴുവൻ പോകുന്ന നമ്മുടെ ജനങ്ങളുടെ നികുതി പണമാണ്. അതുകൊണ്ട് അതുവരെ എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കണം. ഇവിടെ നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വീട്ടിനൊരു വിള്ളലുണ്ടായി എന്ന് പറയുന്നത് രാജൻ മന്ത്രി പോയിട്ട് അത് ചുരണ്ടി നോക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, രാജ്യം മന്ത്രി സാറ്, അതായത് മന്ത്രി രാജൻ സാറ് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അങ്ങനെ കുറ്റം പറയാൻ പറ്റൂല. അങ്ങേര് ആ ദുരന്ത ബാധിതരുടെ കൂടെ നിന്നാണ്, അത് അങ്ങേരുടെ കടമയാണ്, അങ്ങേരുടെ ജോലിയാണ്. കാരണം അങ്ങേരെ നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത് നമ്മുടെ ആ നായകനാകാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതുപോലെ പല രാഷ്ട്രീയ പാർട്ടീൻ്റെ ആൾക്കാരും ഉണ്ട്. പിന്നെ ഇന്നലെ നൗഫൽ പോയിട്ട് രാജ്യമന്ത്രി അങ്ങനെ വിളിച്ചത് വളരെയധികം മോശം തന്നെയാണ്. ഒരിക്കലും നൗഫൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. നൗഫലിന് രാഷ്ട്രീയമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൗഫലിനും വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. അല്ലാതെ നൗഫൽ അങ്ങനെ രാഷ്ട്രീയമില്ലാത്ത ആൾക്കാരൊന്നുമല്ല. നൗഫലിന് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയം നൗഫലുണ്ട്. ആ രാഷ്ട്രീയക്കാരൻ ഒരു മിനിറ്റെങ്കിലും ആ രാഷ്ട്രീയക്കാരൻ നൗഫൽ ആയില്ലേ എന്നുള്ള ഒരു സംശയവും മനക്കുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, നൗഫൽ അങ്ങനെ ചോദിച്ചു എന്ന് കരുതിയിട്ട് അയാളെ ഭയങ്കരമായിട്ട് അപമാനപ്പെടുത്തുന്ന രീതിയിൽ നീ അല്ലടാ ചാവേണ്ടത്, നിന്റെ കുടുംബം ചത്താൽ എന്താടാ, നിനക്ക് 1 കോടി ഉറുപ്പിക കിട്ടിയില്ലേ. പല കമന്റ് ഇടുന്നവന്മാരുടെയും പ്രശ്നം എന്താണെന്നറിയാം, അയ്യോ എൻ്റെ കുടുംബങ്ങളൊന്നും ചത്തില്ലല്ലോ എന്നുള്ള പ്രശ്നമാണ് പലർക്കും. കാരണം എന്ന് വെച്ചാൽ, എൻ്റെ കുടുംബം കൂടി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ പൈസ എടുത്ത് സുഖമായിട്ട് ജീവിക്കാമായിരുന്നു എന്നാണ് പലരുടെയും ഈ കമന്റ് ഇടുന്നവന്മാരുടെയൊക്കെ ആഗ്രഹം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇവന്മാർക്ക് ഈ ദുരന്തമൊന്നുമല്ല പ്രശ്നം. ഇവന്മാർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ പാർട്ടിയും ഞങ്ങളുടെ രാഷ്ട്രീയം, അത് കോൺഗ്രസ് ആയാലും മാർക്സിസ്റ്റ് ആയാലും BJP ആയാലും ലീഗ് ആയാലും എല്ലാവർക്കും ഒരേ കാര്യമുള്ളൂ, ഞങ്ങളുടെ രാഷ്ട്രീയം അവിടെ ജയിക്കണം, ഞങ്ങൾക്ക് അധികാരം വേണം എന്ന് മാത്രം. എല്ലാവരും ഇതൊക്കെ ഒന്ന് മാറി നിന്ന് നിങ്ങളെല്ലാം ഒരു കാര്യം ചെയ്യുക. അതായത് ആ പാവങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് അവർക്ക് താമസിക്കാനുള്ള ഇതൊന്ന് ചെയ്തു കൊടുക്കുക. ഇനിയിപ്പോഴും നിങ്ങൾ ഏതെങ്കിലും ഒരു സംഘടനയെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ സംഘടനക്കാർക്ക് കൊടുക്കുക. പിന്നെ ചില ആൾക്കാർ പറഞ്ഞ് 15 ലക്ഷം രൂപയും വാങ്ങിച്ച് പോയിക്കൂടായിരുന്നു. ഇവിടെ 15 ലക്ഷം രൂപ എന്തിനാണ് ഉള്ളത്? ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ 1 സെന്റ് സ്ഥലം കിട്ടുമോ? ഈ 15 ലക്ഷം കൊണ്ട് പോയിട്ട് നിങ്ങൾ സാധാരണ നാട്ടും പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരു 5 സെന്റ് സ്ഥലം പോലും വാങ്ങിക്കാൻ കഴിയില്ല. പിന്നെ ഈ 15 ലക്ഷം കൊണ്ട് ഇവർ എവിടെ പോകാനാണ്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അതുകൊണ്ട് അതൊന്നും പ്രായോഗികമല്ല. ഒരു 15 ലക്ഷം രൂപയും കൊണ്ട് പോയിക്കൂടേനോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം വളരെയധികം മോശമായ കാര്യം തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ, സർക്കാർ ഇനി എല്ലാവർക്കും അങ്ങനെ കൊടുത്തു വിട്ടു. ഇനിയിപ്പോൾ 50 ലക്ഷം രൂപ വെച്ച് എന്നെ സർക്കാർ കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ നമ്മുടെ തെരുവോരങ്ങളിൽ ഒരുപാട് പേര് ഉറങ്ങുന്നതാണ്. അവരൊക്കെ പറയുന്ന ഒരു ന്യായമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് വീട് കിട്ടാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയായത്. അതായത് പണം തന്ന് സർക്കാർ സഹായിച്ചു, പക്ഷേ ആ പണമെല്ലാം ഞങ്ങളുടെ കയ്യിൽ നിന്ന് തീർന്നു പോയി. കാരണം എന്താ വെച്ചാൽ, ഒരു മനുഷ്യൻ്റെ കയ്യിൽ പണം എത്തിക്കഴിഞ്ഞാൽ അത് ചെലവാക്കാനും അത് പിടിച്ചു വാങ്ങിക്കാനും അതിൻ്റെ പേരിലും ഒരുപാട് ആൾക്കാരുണ്ടാകും.
അതിൻ്റെ പേരിൽ രോഗങ്ങൾ വരും, കാര്യങ്ങൾ വരും. എല്ലാം എന്ന് പറഞ്ഞാൽ ഈ 50 ലക്ഷത്തിൽ നിന്നാണ് ചെലവാക്കുക. പിന്നീട് എന്ന് പറഞ്ഞാൽ വീടും ഉണ്ടാവില്ല, കുടിയില്ലാണ്ട് റോഡ് സൈഡിൽ ഇപ്പം ഇങ്ങനെ കിടക്കേണ്ടി വരും. അങ്ങനെ കിടക്കുമ്പോഴാണ് എല്ലാവരും പറയുക, അയ്യോ ആ ദുരന്ത ബാധിതർ കാണുന്നില്ലേ അവർ വെളിയിലായിട്ട് എന്ന്. അത് മനസ്സിലാക്കണം നിങ്ങൾ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ പൈസ കൊടുത്ത് വിടലെന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല. അവർക്ക് ആദ്യം വേണ്ടത് തന്നെ കയറിക്കിടക്കാനുള്ള ഒരു സ്ഥലമാണ്. അതെല്ലാ മനുഷ്യൻ്റെയും അടിസ്ഥാനപരമായ ആവശ്യമാണ് കയറിക്കിടക്കാനുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത്. അതില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ വയനാട്ടുകാരുടെ തെരുവിലായി പോടോ. പിന്നെ അവർ ഈ പൈസ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം 50 ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഇല്ലാത്ത കടക്കാർ മുഴുവൻ വരും. അതുമാത്രവുമല്ല അവരുടെ മക്കൾ അവരൊക്കെ ആവശ്യം പറഞ്ഞു വരും. ഈ പാപം അച്ഛനും അമ്മയും അതുപോലെ തന്നെ ആരെങ്കിലും ആണെങ്കിൽ തന്നെ അതെല്ലാം എടുത്ത് കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അതൊന്നും ഒരു പ്രായോഗികമായ കാര്യമല്ല. അവർക്കൊരു വീട് തന്നെയാണ് ആവശ്യം. ആ വീട് പക്ഷെ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നോക്കുന്നതിന് പകരം ഇവിടെ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി തിരിഞ്ഞ് ആക്രമിക്കുന്ന ഒരു ദൃശ്യമാണ് കാണുന്നത്. എൻ്റെ പൊന്നു മക്കളെ, വീടില്ലാത്തവനറിയാം അതിൻ്റെ വിഷമം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്നാൽ ഇപ്പോഴ് ഞാൻ ഇന്നലെ മുതൽ കാണുന്നത് എന്താ പറയുക, ദുരന്തത്തിന് ഇരയായവരെല്ലാം ഭാഗ്യവാന്മാരാണ് എന്നുള്ള തരത്തിലുള്ള ചില കമൻറ്റുകളാണ്. ഇത് കണ്ടപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് ദുരന്തത്തിന് ഇരയാലെന്താ, നിനക്ക് മാസാമാസം അതായത് 1000 റുപ്യ കിട്ടുന്നില്ലേ, പിന്നെ വാടക കൊടുക്കേണ്ട പൈസ കിട്ടുന്നില്ലേ, ചെലവിൻ്റെ പൈസ കിട്ടുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റുകൾ. അതുപോലെ തന്നെ നീ കോൺഗ്രസ്സുകാരൻ്റെ ചട്ടുവായില്ലടാ, നീ മറ്റവൻ്റെ ചട്ടുവായില്ലടാ. ഒരു കാര്യം ഞാൻ പറയാം, ഊരാളുകളെ ആരായി കഴിഞ്ഞാലും അവരുടെ പണിയിൽ എന്തെങ്കിലും ഒരു അപാകത വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ ചോർച്ചയുണ്ടാകും, കാര്യങ്ങളെല്ലാം ഉണ്ടാകും. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ നമ്മുടെ വീട് സ്വന്തം വീടാണെങ്കിൽ നമ്മൾ വാർത്തിട്ട് ഒരു 10-20 കൊല്ലം കഴിഞ്ഞാലും ചിലപ്പോൾ ചോരൂല. നേരെ മറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റിന്റെ ഒരു പ്രൊജക്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ അത് പെട്ടെന്ന് ചോർന്നു വരും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവസാന കമ്മീഷൻ അടിയായിരിക്കും ചിലപ്പോൾ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരു ചാക്ക് സിമെന്റ് എടുക്കുമ്പോൾ വരെ അതിൻ്റെ അകത്ത് കമ്മീഷൻ കിട്ടും. ഇപ്പം ഞാൻ സ്വന്തമായിട്ട് ഒരു വീട് എടുക്കുന്നുണ്ടെങ്കിൽ അവിടെയും കമ്മീഷൻ കിട്ടൂ. അതിൻ്റെ ആൾക്കാർ മുഴുവൻ പോയി കമ്മീഷൻ മേടിക്കൂ. ഇപ്പോൾ ഇവിടെ പ്ലംബിങ്ങിൻ്റെ വർക്ക് വരുന്നവനാ ഇന്ന കടയിൽ നിന്ന് എടുക്കണമെന്ന് പറഞ്ഞാൽ ഓൻ അവിടുന്ന് കമ്മീഷൻ മേടിക്കൂ. അതുപോലെ മേസ്തരിമാർ സിമെന്റ് എടുക്കുന്ന കമ്മീഷൻ മേടിക്കൂ. പിന്നെ കല്ലെടുക്കുന്ന അവിടുന്ന് കമ്മീഷൻ മേടിക്കും. അങ്ങനെ എല്ലാ തരത്തിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവായിട്ട് അതായത് നമ്മൾ സ്വകാര്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തന്നെ കമ്മീഷൻ അടിയുണ്ട്. അന്നേരം പിന്നെ ഇങ്ങനെയുള്ള വർക്കിനിൽ ഉണ്ടാവില്ലേ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ എല്ലാവരും ഒരു കാര്യം, എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തീർക്കാനും, പിന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സൊസൈറ്റികൾ ഇപ്പോൾ ഒരാളുകളാണ് അതിൻ്റെ പണിയല്ല ഏറ്റെടുത്തിരിക്കുന്നത്. അവർ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊജക്റ്റ് വിലയിരുത്തിയിട്ട് അവർ കൃത്യമായി മേൽനോട്ടത്തിൽ നാട്ടുകാരെ കൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം അവർ മുന്നോട്ട് പണികൾ നടത്താമെന്നേ ഞാൻ പറയുള്ളൂ. അതായത് ഓരോ വീടിൻ്റെയും ആൾക്കാരെ കണ്ടെത്തിയിട്ട് ആ വീട്ടുകാരെ തന്നെ അവിടെ നിർത്തിച്ചിട്ട് ആ വീട്ടുകാരെ മേൽനോട്ടത്തിൽ തന്നെ ജോലി ചെയ്യിക്കുക. അങ്ങനെയാകുമ്പോൾ ഒരു പരിധി വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകും. ഇപ്പോഴും വാർപ്പിൻ്റെ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുടമയായ നമ്മളെല്ലാവരും അവിടെ എന്തിനാണ് വാർപ്പിൻ്റെ അവിടെ നിൽക്കുന്നത്? അവിടെ മണൽ കുറയുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റേ ജില്ല് കുറയുന്നുണ്ടോ, സിമെന്റ് കുറയുന്നുണ്ടോ എന്നൊക്കെ നോക്കാനല്ലേ. അതായത് അവർ 4 ചാക്കിന് പകരം 3 ചാക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വാർപ്പിൻ്റെ ക്വാളിറ്റിയിലേ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും നോക്കി നിൽക്കും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഓരോ വീടിൻ്റെ ഉടമസ്ഥരെയും അവരെ എല്ലാവരെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവന്ന് നിർത്തിച്ചതിന് ശേഷം മാത്രമേ ഈ പണി തുടങ്ങാൻ പാടുള്ളൂ. പിന്നെ ജനങ്ങൾ ചോദിക്കും, ഞാൻ പറഞ്ഞില്ല ഇതാരും ഔദാര്യോ ഒന്നുമല്ല, ഇത് അവരുടെ അവകാശമാണ്. അവർക്ക് നമ്മളെല്ലാവരും കൂടി കൊടുത്ത ഒരു സഹായമാണ്. ഞാൻ പറഞ്ഞല്ലോ പലതരത്തിലും തന്നെ സഹായം വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ഒരു ജനവിഭാഗത്തിൻ്റെ മാത്രമല്ല, ഈ കേരളത്തിലുള്ള എല്ലാ മലയാളികളുടെയും സഹായധനം അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഇതൊന്നും ഒരു ഔദാര്യമായിട്ട് ഇതല്ലാതെ നമ്മൾ മാത്രമല്ല ഇത് ചെയ്യാനുള്ളൂ എന്നൊന്നും പറഞ്ഞാൽ അതൊന്നും ശരിയാകാത്ത കാര്യം തന്നെയാണ്. ഇതിൻ്റെ ഒന്നും പിതൃത്വമൊന്നും ആരും ഏറ്റെടുക്കരുത്. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആരായാലും, കോൺഗ്രസ് ആയാലും മാർക്സിസ്റ്റ് ആയാലും BJP ആയാലും അവരാരായി കഴിഞ്ഞാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ചെയ്യേണ്ടതാണ്. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഇവിടെ വന്നിട്ട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് കൂടി നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും മുന്നിട്ടിറങ്ങുകയും അവർക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ ഇവിടെയുള്ള പല ആൾക്കാരും വെക്കാൻ നോക്കിയില്ലേ, പല ആൾക്കാരും കൊടുക്കണ്ടെന്ന് പറഞ്ഞില്ലേ, പല ആൾക്കാരും 1 രൂപ പോലും കൊടുക്കണ്ടെന്ന് പറഞ്ഞില്ലേ. പക്ഷേ അവിടെ മനസാക്ഷിയുള്ള ആൾക്കാരുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ചില ആൾക്കാർ 1 രൂപ പോലും കൊടുക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ അവിടെ മനസാക്ഷിയുള്ള ആൾക്കാർ ആരും അറിയാതെയൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടാകും. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അതായത് വയനാട് ദുരന്തം പോലെയുള്ള ഒരു വലിയ ദുരന്തം വരുന്നു, അവിടെ ഒരുപാട് പേർക്ക് വീടുകൾ ഇല്ലാതാകുന്നു, അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് അനാഥരാകുന്നു. അങ്ങനെയുള്ള ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മളല്ലാതെ വേറെ ആരുണ്ട്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ രാഷ്ട്രീയം കളിച്ച് നിൽക്കരുത്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കാം. ആ ദുരന്തത്തിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നില്ലേ? ആ ദുരന്തത്തിൽ നമ്മളെല്ലാവരും ഒരേ ഒരു രക്തമല്ലേ? അതുപോലെ തന്നെ നമ്മൾ നിൽക്കണം. നമ്മൾ രാഷ്ട്രീയമെന്തോ ആയിക്കോട്ടെ, പക്ഷേ ഏത് രാഷ്ട്രീയമായാലും വരുന്ന ഇനി ഒരു ഭരണാധികാരി ആയാലും ഇനി ഈ ഭരണാധികാരി തന്നെയാണെങ്കിലും അവരൊക്കെ
ചെയ്യേണ്ടത് ആ ചൂരൽമലയും അവിടെയുള്ള ആൾക്കാർക്ക് നല്ല വീടെടുത്ത് കൊടുക്കുക. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പുത്തുമല എന്ന് പറയുന്ന സ്ഥലത്ത് കൊടുത്ത വീടിന് അപാകതകളുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ കരാറുകാരനെ വിളിച്ചിട്ട് ആ നഷ്ടങ്ങൾ നികത്തണം. ഞാൻ പറഞ്ഞല്ലോ, ഇതിന് ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആൾക്കാരെയും കൂടി വിളിക്കുക. അതായത് ആർക്കാണ് ഈ വീട് കൊടുക്കുന്നത് അതിന്റെ ആൾക്കാരെ വിളിച്ചിട്ട് അവരോട് പറയാം, നിങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾ മേൽനോട്ടം വഹിക്കണം. അതായത് നിങ്ങളുടെ കുടുംബങ്ങൾ മുഴുവൻ വന്ന് നിന്ന് മേൽനോട്ടം വഹിക്കണം. ഇവിടെ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അതായത് തറ മുതൽ അവരെ കാണിച്ചു കൊടുക്കണം. അതാണ് വേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം ഒരുങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് അങ്ങ് ചാവി അങ്ങ് കൊടുക്കുക. അതല്ലേ വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലും തട്ടിപ്പുകൾ നടത്തും. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു ചാക്ക് സിമെന്റ് ആണെങ്കിൽ ഒരു ചാക്ക് സിമെന്റ് ഇങ്ങനെ നക്കി തിന്നിട്ടുള്ള ശീലം ഒരുപാട് കോൺട്രാക്ടർമാർക്ക് ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പല കോൺട്രാക്ടർമാരെന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ വീടുണ്ടാക്കുന്ന കോൺട്രാക്ടർമാർ ഒരാൾ പോലും നശിച്ചു പോയിട്ടില്ല. അവരൊക്കെ 3-4 കാറ്, അതുപോലെ തന്നെ വലിയ വലിയ കാറുകൾ, ഓരോ മാസത്തിലൊന്നും പറഞ്ഞ വണ്ടികൾ മാറ്റുന്നവരാണ്. അവരൊക്കെ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു വീട് മേഖല എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 ലക്ഷം ഒരു വീടിനാകുമെങ്കിലും കമ്മീഷൻ ഇനത്തിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 5-10 ലക്ഷം രൂപ പോകും. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ 10 ലക്ഷം രൂപയോളം ലാഭവിഹിതമായിട്ടൊക്കെ പോകും. തുച്ഛമായത് മതി. അതായത് നിങ്ങളൊരു വീട് എടുക്കുന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ സ്ക്വയർ ഫീറ്റിന് ഇത്ര പൈസ തന്നാൽ മതി, ആ സ്ക്വയർ ഫീറ്റ് ഇത്ര പൈസ ഉണ്ടെങ്കിൽ ഞങ്ങൾ ചാവി തരും എന്ന് പറയുന്ന പരിപാടിയില്ല. അത് മഹാ തട്ടിപ്പാണ്. നിങ്ങൾ നേരായ വഴിക്ക് നിങ്ങൾ ഒരാളെ നിർത്തിയിട്ട് നിങ്ങൾ ശരിക്കും നോക്കിയിട്ട് നിങ്ങൾ ചെയ്തോക്ക്. നിങ്ങൾക്ക് അതിൻ്റെ 1/3 പൈസയെ വേണ്ടൂ. അതാണ് ഞാൻ പറയുന്നത്. ഇവിടെ തട്ടിപ്പും വെട്ടിപ്പും തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇത് ഗവൺമെന്റ് അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ മന്ത്രി അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഊരാളുങ്കലിന്റെ ആൾ അറിഞ്ഞിട്ടോ ഒന്നുമല്ല. ഇതിന്റെ അകത്ത് നിൽക്കുന്ന ഇടനിലക്കാർ അവരൊക്കെ എന്ന് പറഞ്ഞാൽ പൈസ പിടുങ്ങാൻ വേണ്ടിയിട്ട് തന്നെയാണ്. എല്ലാവർക്കും ആവശ്യം പൈസ തന്നെയാണ്, വേറെ ഒന്നുമല്ല. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ ഇനിയും വീണ്ടും ആ നൗഫലിനെതിരെ അയാളുടെ കുടുംബം പോയതിന്റെ വേദന അയാൾക്ക് മാത്രമേ അറിയുള്ളൂ. അയാൾ എന്തോ ഒരു കാര്യം പറഞ്ഞുപോയി, അയാൾ പറഞ്ഞത് തെറ്റാണ്, അതിൽ ഖേദപ്രകടനം നടത്തിയിട്ടുമുണ്ട്. അയാൾ അങ്ങനെ പറഞ്ഞു പോയില്ലേ, അയാൾ അങ്ങനെ പറഞ്ഞില്ലടാന്ന് വിചാരിച്ചിട്ട് അയാളൊരു ശത്രു ആക്കരുത്. 16 ആൾക്കാർ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു ദിവസം കൊണ്ട് മാഞ്ഞു പോയതാണ്. അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അയാൾ പ്രവാസിയായിരുന്നു. പ്രവാസ ലോകത്ത് നിന്ന് കണ്ണീരോട് കൂടിയിട്ടാണ് അയാൾ ഈ ഒരു വാർത്തയും കാര്യങ്ങളൊക്കെ കണ്ടത്. അതുകൊണ്ട് അയാളിങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ലേ, ഇനി നീ അങ്ങനെ വേണ്ടടാ, നീ ഒരു കോൺഗ്രസ്സുകാരനാണ്, അയാളുടെ രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, അതൊന്നും വിഷയമല്ല. പക്ഷേ നിങ്ങൾ എല്ലാവരും ചേർന്നിട്ട് ആ പാവങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നല്ല വീടുണ്ടാക്കി കൊടുക്കുക, അവരെ സന്തോഷകരമായി ജീവിക്കട്ടെ. അതാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. പിന്നെ എന്തെങ്കിലും ഒന്ന് വിളിച്ചോ പറയുമ്പോഴേക്ക് അടിച്ചമർത്തുന്ന സ്വഭാവം അത് നല്ലതല്ല. അതായത് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും, ഉത്തരങ്ങൾ തരാൻ വേണ്ടിയിട്ട് ബാധ്യസ്ഥരാകണം. ആ ബാധ്യസ്ഥരാകുന്ന ആൾ മാത്രമേ അവിടെ ഇരിക്കാൻ പാടുള്ളൂ. നന്ദി, നമസ്കാരം.